എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സാരഥി. സാരഥിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. 66-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ശാസ്ത്രജ്ഞർക്ക്. ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്. 67-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വയോമിത്രം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ഓപ്ഷൻ ബി ആണ്, വയോമിത്രം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോ അമൃതം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ ഉപകരണം സൗജന്യമായി ലഭിക്കുന്ന സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോമധുരം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ ഉപകരണം സൗജന്യമായി ലഭിക്കുന്ന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമധുരം. 68-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ. കോളറ, ട്യൂബർകുലോസിസ്, കുഷ്ഠം എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. കോളറ, ട്യൂബർകുലോസിസ്, കുഷ്ഠം എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകം B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയയാണ് ജീവകം B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി അറിയപ്പെടുന്നത്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 70-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മുകളിൽ പറഞ്ഞവയെല്ലാം. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എന്നിവയാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. 71-ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, അനാരോഗ്യകരമായ ഭക്ഷണശീലം. അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. 72-ാമത്തെ ക്വസ്റ്റ്യൻ, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കോഷിയോർക്കർ. കോഷിയോർക്കർ ആണ് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വിളർച്ച അഥവാ അനീമിയ ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. വിളർച്ച ഉണ്ടാകുന്നത് ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ്. പെല്ലഗ്ര ഉണ്ടാകുന്നത് വിറ്റാമിൻ B3യുടെ കുറവ് മൂലമാണ്. 73-ാമത്തെ ക്വസ്റ്റ്യൻ,
COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, വൈറസ്. 74-ാമത്തെ ക്വസ്റ്റ്യൻ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ആൻസർ, താലോലം. താലോലമാണ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ആർദ്രം മിഷൻ. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ, താലൂക്ക് ആശുപത്രികൾ എന്നീ തലങ്ങളിലായിരിക്കും ആർദ്രം മിഷനിൽ പ്രഥമ പരിഗണന നൽകുന്നത്. മിഷന്റെ 2ാം ഘട്ടത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും മെച്ചപ്പെടുത്തും. ജില്ലാ, താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കും. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം പദ്ധതി. 25-ാമത്തെ ക്വസ്റ്റ്യൻ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബോർഡറ്റെല്ല പെർട്ടുസിസ്. ബോർഡറ്റെല്ല പെർട്ടുസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമായ രോഗകാരി. വിബ്രിയോ കോളറ കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ്. വിബ്രിയോ കോളറ കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് മലമ്പനിക്ക് കാരണമായ പ്ലാസ്മോഡിയം അണുവാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് മലമ്പനിക്ക് കാരണമായ പ്ലാസ്മോഡിയം അണുവാണ്. 76-ാമത്തെ ക്വസ്റ്റ്യൻ. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, വാരിസെല്ല വാക്സിൻ. വാരിസെല്ല വാക്സിനാണ് ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ. BCG വാക്സിൻ ക്ഷയത്തിനുള്ളതാണ്. BCG വാക്സിൻ ക്ഷയത്തിനുള്ളതാണ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃതാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. 78-ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഹൃദ്രോഗം. ഹൃദ്രോഗമാണ് 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം. 79-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ശ്രുതിതരംഗം. ശ്രുതിതരംഗമാണ് കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം. 80-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1056. 1056 ആണ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ 3 ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.